ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എയർ ഫ്രൈ റെസിപ്പീസാണ് കേട്ടോ. ചിക്കൻ സ്റ്റഫ്ഡ് ബൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഈ മൈദയിലേക്ക് 1/2 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ തന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂണ് പാലാണ് കേട്ടോ എടുക്കുന്നത്. ഇളം ചൂടുള്ള പാലാണിത്. പിന്നെ പാലൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഒരു സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്യലായിരിക്കും കൂടുതൽ ഈസി കേട്ടോ. നമ്മൾ ബണ്ണിനൊക്കെ ഡോ റെഡിയാക്കുന്ന ടൈമിൽ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്പാച്ചുല യൂസ് ചെയ്യലാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അത് നമ്മൾ ഡോ ആക്കുന്ന ടൈമിൽ തന്നെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ ഒന്ന് അടച്ചു വെച്ചിട്ട് 1-2 മണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇതൊന്ന് പൊങ്ങി വരുന്നത് വരെ. ചൂടുള്ള സ്ഥലത്തെല്ലാം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാവും. ഞാനിത് 3 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിന്. ഇനി ഇതിലേക്കുണ്ടല്ലോ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്യുക. ഞാൻ 1 കപ്പ് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ 1/4 ടീസ്പൂൺ ഉണ്ടല്ലോ സോയ സോസ് ഒന്ന് ചേർക്കുന്നുണ്ട്. ഡാർക്ക് സോയ സോസാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ സോയൻ്റെ ഒന്നും ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് ഇതാ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഞാനിതില്ലേ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റഫ്ഡ് ബൺ റെസിപ്പി ഉണ്ടല്ലോ, ചിക്കനിൽ മാത്രമല്ല ചെമ്മീനിലും ബീഫിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിതിപ്പോൾ ചിക്കനിൽ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ പാനൊക്കെ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിത് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ ആണെങ്കിൽ ബട്ടർ എടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ ചിക്കൻ ചെറിയ പീസായി കട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ വലിയ പീസൊക്കെ ആയിട്ടാണ് ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് ഷ്രെഡ് ചെയ്തിട്ട് ഇട്ടാലും മതി. പിന്നെ കൂടുതൽ ക്രിസ്പി ആയിട്ടുണ്ടാവുക നമ്മളിതിപ്പോൾ ചെറിയ പീസൊക്കെ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ. ഇനി ഇതാ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ. ഞാൻ 3 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് മെസ്സേജൊക്കെ അയച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്തതെന്നുള്ളത്. അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് സമയമൊന്നിനും തികയുന്നില്ല. അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം വേണമല്ലോ. ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് കുക്ക് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ 10 മിനിറ്റ് ആണെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഡബിൾ ആയിരിക്കുമല്ലോ ടൈം വേണ്ടത്. അപ്പോൾ എല്ലാം കൂടി മാനേജ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാത്തത്. ഇൻഷാല്ലാ നോമ്പെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇൻഷാല്ലാ ഇനി വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ചിക്കനെല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതൊരു ബോളിലേക്ക് മാറ്റി കൊടുക്കലാണ്. ഇനി ഇതാ സെയിം പാനിൽ തന്നെയാണ് ഫില്ലിങ് റെഡിയാക്കുന്നത്. 1 ടേബിൾ സ്പൂണിന് ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന ടൈമിലുണ്ടല്ലോ 1 ടേബിൾ സ്പൂൺ തന്നെ ഗാർലിക് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താണ്. അതൊന്ന് സോട്ട് ചെയ്തിട്ടെടുക്കുക. പിന്നെ കരിയാണ്ട് നോക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ബട്ടർ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ടേസ്റ്റ് ഒന്ന് മാറും. ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ 1 നുള്ളി ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലിയും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മീറ്റ് മസാലയാണ് കേട്ടോ. മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലയും കൂടെ ചേർക്കുക. 1/2 ടീസ്പൂണ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചിക്കനും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ വേണ്ടി. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതാ 1/4 കപ്പ് പാലും കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട് മൈദപ്പൊടിയിലേക്ക്. നമുക്കൊരു ക്രീമില്ലേ, ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാല് കുറച്ചായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ കുറച്ച് ക്രീമി ടെക്സ്ചറായിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പാലൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ക്രീമിലേക്ക് ഉണ്ടല്ലോ ഒറിഗാനോയും കൂടി ചേർക്കണം. അത് ഞാൻ വീഡിയോയിൽ മിസ്സായി പോയതാണ്. അപ്പോൾ ഒറിഗാനോ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഒറിഗാനോയും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫില്ലിങ് ഇത്രയേ ഉള്ളൂ. ഈ സമയം കൊണ്ടില്ല ഇതാ നമ്മളെ ഒരു ഡോ ഒന്ന് നല്ലോണം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് മൈദപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഡോ ഒന്ന് വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഫസ്റ്റ് ആ ഒരു സ്റ്റിക്കി ടൈപ്പ് ഒന്ന് പോകുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതാ 3 പാർട്ടാക്കി എടുത്തിട്ടുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിത്
കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ റൗണ്ടിലല്ല കേട്ടോ വേണ്ടത്, വീഡിയോയിൽ കാണുന്നതുപോലെ ഒരു ഷേപ്പിലാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കട്ടിട്ട് കൊടുക്കുക, വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അധികം കട്ട് വരാതെ നോക്കണം, ഒരു ചെറിയൊരു പോർഷൻ മാത്രം കട്ടിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് കുറച്ച് മൊസറല്ല ചീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ ഫില്ലിങ്ങും കൂടെ വെച്ചിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. ആദ്യം തന്നെ ഈ ഒരു രണ്ട് എൻഡിൽ നിന്ന് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ആ ഒരു സൈഡിലുള്ള ഡോ കൊണ്ട് ഒരു ഫില്ലിംഗ് ഒന്ന് കവർ ചെയ്യണം. അതിന് ശേഷം മാത്രം ഇങ്ങനെ റോൾ ചെയ്തിട്ടെടുക്കാം. ഭയങ്കര ഈസിയാണ് കേട്ടോ ഈ ഒരു ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് മാത്രം ഇങ്ങനെ റോൾ ചെയ്തിട്ടെടുക്കുക, അല്ലെങ്കിൽ അത് സ്റ്റിക്കായിട്ട് ഷേപ്പ് പോവും. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. 3 പാർട്ടാക്കിയിട്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ടോട്ടൽ അങ്ങനെ 2 ബോൾ അങ്ങനെ ചെയ്തിട്ട് 6 പീസായിട്ട് എടുത്തിട്ടുണ്ട്. ഫില്ലിങ് വെച്ചതിന് ശേഷം ഞാനിതൊന്ന് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഇതൊന്ന് എഗ് വാഷ് ചെയ്തെടുക്കുന്നത്. ഇനി എഗ് വാഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് കുറച്ച് എള്ളൊന്ന് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. വൈറ്റ് എള്ളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ബ്ലാക്ക് ഉള്ളതെങ്കിൽ ബ്ലാക്കും എടുക്കുക. പിന്നെ ഈ എള്ള് ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്, വേണ്ടെങ്കിൽ അല്ലെങ്കിൽ എള്ളില്ലെങ്കിൽ ഒഴിവാക്കുക. അപ്പോൾ 150 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് ഞാനിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. മാഷാല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബൺ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ സ്റ്റഫ്ഡ് ബൺ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊന്നും മറക്കണ്ട. ഇൻഷാല്ല ഇനി നല്ല നല്ല വീഡിയോസ് റെസിപ്പീസിലായിട്ട് വരുന്നതായിരിക്കും. സീ യു ആൾ.